വലിയൊരു സംഭവമായി രാജ്യത്തും കേരളത്തിലുമൊക്കെ ഒരുപാട് ചർച്ച നടക്കേണ്ടിയിരുന്ന ഒരു സംഗതി. നമ്മൾ സാധാരണ പറയാറില്ലേ, പ്രായമായവർ കണ്ണിൽ കൊള്ളാൻ വന്നത് പുരികത്തുകൊണ്ട് അങ്ങ് പോയി എന്ന് പറയുന്നത് പോലെ അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്ത് സംഭവിച്ചു. ട്രെയിൻ അട്ടിമറിച്ച് നൂറുകണക്കിന് ആളുകളെ കൊല്ലാൻ അക്ഷരാർത്ഥത്തിലുള്ള തീവ്രവാദ പ്രവർത്തനം. ഇത് എവിടെയെങ്കിലും എഴുതി വെച്ചതോ NIA വന്ന് കാപ്പി കുടിച്ച് കണ്ടുപിടിച്ചതോ ഒന്നുമല്ല. ഫീൽഡിൽ നടന്ന തീവ്രവാദ പ്രവർത്തനത്തിന് 3 പേരെ അറസ്റ്റ് ചെയ്തു. അവരുദ്ദേശിക്കുന്ന ബലിമൃഗങ്ങളല്ലാത്തതുകൊണ്ട് അവരുടെ വീട് ആരും JCBയിൽ തകർത്തില്ല, ഇടിച്ചു മറിച്ചില്ല, ഒന്നും ചെയ്തില്ല. മിക്കവാറും അടുത്ത രാജ്യസഭയിലോ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലോ ചിലപ്പോൾ അവർ മത്സരിച്ച് കേന്ദ്രമന്ത്രിയായാൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം അത്ര യോഗ്യരാണ് ആ പാവങ്ങളായ മനുഷ്യർ. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇറച്ചി തിന്നുന്നവനെ എല്ലാം അത് പശുവിറച്ചിയാണെന്ന് പറഞ്ഞ് ഇടിച്ചു കൊല്ലുന്നുണ്ട്. സ്കൂട്ടറിൽ പോകുന്നവൻ്റെ കയ്യിൽ പൊതിയിരുന്നാലും അത് പശുവിറച്ചിയാണെന്ന് വിചാരിച്ച് മുസ്ലിമാണെന്ന് കരുതി അടിച്ചു കൊല്ലുമ്പോൾ അബദ്ധം പറ്റി ഈ അടുത്ത സമയത്ത് മരിച്ചത് ഒരു ബ്രാഹ്മണനായിരുന്നു. അങ്ങനെ ധാരാളം പേരെ അടിക്കുകയും കൊല്ലുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, അവരേതെങ്കിലും റാലിയോ ജാഥയോ പോകുമ്പോൾ അങ്ങോട്ടെങ്ങാണം ഒന്ന് എത്തി നോക്കിയാൽ അവരുടെ വീട് വൈകിട്ടാവുമ്പോൾ JCB ചെന്ന് ഇടിച്ചു കോരി അങ്ങ് ദൂരെ കളയും. അത് സുപ്രീം കോടതി വിരട്ടി അടിക്കുമെന്ന് പറഞ്ഞു. മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ നല്ല പിച്ച് തരുമെന്ന് പറഞ്ഞിട്ടൊന്നും അത് നിന്നിട്ടില്ല. എന്നാൽ അങ്ങനെ അല്ലാതെ ചില സമത്വ സ്നേഹഭാവനയുടെ സംഗതികളും ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. അതിലൊന്നാണ് മധ്യപ്രദേശിൽ റെയിൽവേ ജീവനക്കാരായ 3 പേർ. പേരുകൾ സുഭാഷ് പോദാർ, മനീഷ് കുമാർ, സർദേവ് മിസ്ട്രി, ശുഭം ജയ്സ്വാൾ എന്നിവരാണ് 4 പേർ. ഇവർ 4 പേരും റെയിൽവേ ജീവനക്കാരാണ്. ഇവർ ഒരു റെയിൽവേ പാളം ഇളക്കുന്നതിനിടയിൽ, വളരെ ആസൂത്രിതമായി ഇളക്കി മാറ്റിവെക്കുന്നതിനിടയിൽ ശ്രദ്ധയിൽപ്പെട്ട് അറസ്റ്റ് ചെയ്തതാണ്. ശ്രദ്ധയിൽപ്പെട്ടപ്പോഴോ ഇവർ അമ്മാണി ആളുകളൊന്നുമല്ല, ഇവർ റെയിൽവേയിലെ ജീവനക്കാരാണ്. ഇവർ ചെയ്ത എന്തിനാണെന്ന് ചോദിച്ചാൽ പ്രമോഷനും അതുപോലെ തന്നെ അവധിയും പ്രശസ്തിയും ഒക്കെ വേണമെന്ന് വെച്ചാണ് ചെയ്തത് അത്രേ. അങ്ങനെയൊക്കെ വരുള്ളൂ. യഥാർത്ഥത്തിൽ അവർ ചെയ്തത്, അവിടെ എന്തെങ്കിലും ഒരു കലാപം ഇതിളക്കിയിട്ട് 3ഓ 4ഓ അടുത്തുള്ള മുസ്ലിങ്ങളുടെ പേര് പറയിച്ചാൽ പോലീസും അങ്ങനെ ഒരു ചെറിയ കേസെടുത്താൽ സംഗതി നടക്കേണ്ടതെല്ലാം 1-2 ദിവസം കൊണ്ടങ്ങ് നടക്കും. പിന്നെ പ്രതിയല്ലെന്ന് പറഞ്ഞ് 2 വർഷം കഴിഞ്ഞ് പുറത്തു വിടുമ്പോഴേക്കും അതിൻ്റെ പ്രസക്തിയൊക്കെ അങ്ങ് പോവും. 10,000 വീടുകൾ ഇടിച്ചു നിരത്താം, ആളുകളെ തെരുവിലിറക്കാം. അതുവഴി ഏകോപനവും ശക്തിപ്പെടുത്തലും നടക്കും. ഹരിയാനയും അതുപോലെ മഹാരാഷ്ട്രയും ജമ്മു ആൻഡ് കാശ്മീരിലെയും ഒക്കെ ഇലക്ഷൻ അങ്ങ് ഗംഭീരമൊക്കെ ആകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. എന്നാലിപ്പോൾ ഇവിടെ പിടിച്ചപ്പോൾ ആ കാരണം പറയുന്നത് കേട്ടില്ലേ? ഒന്ന് പ്രമോഷൻ. ഒരു പാളമിളക്കി ട്രെയിൻ അട്ടിമറിച്ച് ആളുകളെ കൊന്നാൽ എന്ത് പ്രമോഷനാണ് കിട്ടുക? 2 പ്രശസ്തി എന്ന് പറയുന്നതിനൊരു മര്യാദ വേട്ടെ. 3ാമത്തേതോ പ്രശസ്തി, പ്രമോഷൻ, പിന്നെ വേറെ ഏതാണ്ടൊരു സംഗതി. ഇത്രയും സംഗതിക്ക് വേണ്ടിയാണ് ഈ 3 ദേശീയ ജീവികൾ ഇത് ചെയ്തത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ ജയിലിൽ പോകുമെന്നൊക്കെ. ജയിലിലൊന്നും പോകത്തില്ല. ഇവരിപ്പോൾ പോലീസുകാർ കൊണ്ടുവന്ന് സ്റ്റേഷനിൽ നിന്ന് ഇരുത്തി ഒരു കാപ്പി ഒരു വടയും വാങ്ങിച്ചു കൊടുത്ത് ഇനി പുറത്തു വിടും. എന്നിട്ട് ഇവർ പ്രധാനപ്പെട്ട ഭാരവാഹികളാവും. കാരണം ഇവരെന്തായാലും തനിയെ ആയിരിക്കുമല്ലോ ഇത് ചെയ്തത്, നിർദ്ദേശിച്ച ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ മേൽനോട്ടത്തിൽ മറ്റ് ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ച് ഇവരെ റെഡിയാക്കിയെടുക്കും. നമ്മുടെ റെയിൽവേ സ്ഫോടനമൊക്കെ നടന്ന സംഭവം ഉണ്ടല്ലോ, ആ സംഭവത്തിലൊക്കെ കണ്ടിട്ടില്ലേ? മഹാരാഷ്ട്രയിൽ നിന്നൊരാൾ ട്രെയിനിൽ ഇവിടെ വന്ന് ഇതെല്ലാം ചെയ്ത് അയാളെ പിടിച്ച് ഭീകരവാദിയാക്കി. നമ്മുടെ അജിത് കുമാർ സാറും എല്ലാം കൂടി വലിയ സംഭവമാക്കി, വലിയ കോലാഹലമായിരുന്നല്ലോ. ഏതായാലും അതിൻ്റെ വേറൊരു വേർഷനാണ്. ഇവരെ നമുക്ക് പാർലമെൻറ്റിൽ പ്രതീക്ഷിക്കാം. മന്ത്രിമാരായാലും അത്ഭുതപ്പെടാനില്ല.